പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദേവദാസുമാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 2024 അവസാന ദിനങ്ങളിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ കൂടെ കടന്നുപോയി. അതിൻ്റെ നടുവിലെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി പ്രത്യേകമായിട്ട് നന്ദി കരേറ്റാം. നമ്മുടെ സമപ്രായക്കാർ, പ്രായം കുറഞ്ഞവർ കൂടിയവരൊക്കെയും അനർത്ഥത്തിലും പല നിലയിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ കരയുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കും നമുക്ക് നന്ദി കരേറ്റാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടതരട്ടെ. എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത, ഈ വർഷാവസാനത്ത് എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. ഒരു കൊയ്ത്ത്. ഹോശേയ പ്രവചനം 6:11 ഹുദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവവിശ്വസ്തനാണ്. യഹൂദ സ്തുതിക്കുന്ന ജനം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സ്ഥിതിയെ മാറ്റുമ്പോൾ നമുക്കും ദൈവം ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച കഴിഞ്ഞ വർഷം, ഈ കടന്നു പോകുന്ന വർഷം ദൈവസന്നിധിയിൽ നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആമേൻ. ചിലതിന് മറുപടി ദൈവം തന്നു. ഇനിയും മറുപടി ലഭിക്കേണ്ട വിഷയങ്ങളുണ്ട്. അത് വ്യക്തിപരമായ, കുടുംബപരമായ, നമ്മുടെ ആത്മീയ അനുഭവത്തിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി കരഞ്ഞത്, ദൈവസഭകൾക്ക് വേണ്ടി കരഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. തൻ്റെ ജനം, ആമേൻ, ഇസ്രായേൽ ഗ്രഹം, ആമേൻ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ദൈവം ഒരു കൊയ്ത്ത്. ആമേൻ. ഈ കൊയ്ത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആമേൻ, നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിൻ്റെ ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ അവർ പഠിച്ച് അവർ മിടുക്കരാകണം, നല്ല റിസൾട്ട് മേടിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു, അതിൻ്റെ ഫലം, അതിൻ്റെ നന്മ നമ്മൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ, ഒരു കുടുംബം പണിയപ്പെടുമ്പോൾ അതിൽ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തലമുറകൾ എന്നുള്ളത്. ആമേ. ഫ്രൂട്ട് ഓഫ് ദ വോം, ഉദരഫലം. ആമേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിതച്ചോ, കണ്ണുനീരൊഴുക്കിയോ, ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. നിന്റെ നിക്ഷേപം ഉള്ളെടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ആമേൻ. മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും. ആമേൻ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഒന്നും അല്ല. ഹല്ലേലൂയ. നമ്മൾ എന്ത് വിത്താണോ വിതച്ചത് അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഫലം കൊയ്തെടുക്കുവാനിടയായിത്തീരുന്നത്. കൊയ്ത്തിൻ്റെ ഒരു ലോ അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് ഗീവ് ആൻഡ് റിസീവ്. ആമേൻ. കർത്താവിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. റീപ് വാട്ട് യു സോ. ഹല്ലേലൂയ. ആമേൻ. വിതച്ചാൽ അത് കൊയ്തെടുക്കുവാൻ കഴിയും. ഒരു വിതയ്ക്ക് വേണ്ടി നമ്മൾ, ആമേൻ, പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, വിത്ത് വിതയ്ക്കുന്ന ഒരു വയലിൽ വിത്ത് വിതയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ലാതെ ചുമ്മാതെ കിടക്കുന്ന ഒരു നിലത്തിൽ കൊണ്ട് വിത്ത് വിതയ്ക്കുകയല്ല. ആമേൻ. ഒന്നാമതായിട്ട് അതിനൊരു നല്ല വിളവുള്ള നല്ല മണ്ണ്, ഫെർട്ടൈൽ ലാൻഡ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ രണ്ടാമതായിട്ട് ഫെർട്ടിലൈസേഴ്സ്. ആമേൻ. അതിന്
കൊടുക്കേണ്ട പോഷകം കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ വിതയ്ക്കുന്ന വിത്തിൻ്റെ ക്വാളിറ്റി. ഏതെങ്കിലും വിത്ത് വിതച്ചാൽ അതിൻ്റെ ചെടി വളർന്നു വരും. എന്നാൽ ഏറ്റവും മികച്ച വിത്ത് വിതച്ചാൽ മികച്ച ഫലം കൊയ്യുവാനായിട്ട് ഇടയായിത്തീരും. അടുത്തതായിട്ട് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ആമേൻ. നമ്മൾ എത്ര നല്ല വിത്ത് വിതച്ചാലും, എത്ര നല്ല നിലത്താണ് വിതച്ചെങ്കിലും, എത്ര നല്ല വളം നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാലും അതിന് വേണ്ട വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ വിത്ത് നഷ്ടമായി പോകും. ഹല്ലേലൂയ. ഇന്ന് വലിയൊരു പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരാണ് അതിൻ്റെ പിന്നിൽ ഫലം തരുവാനിടയായിത്തീരുന്നത്. സങ്കീർത്തനം 65 സങ്കീർത്തനം 9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രകാരം കാണും: നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ആമേൻ. അവൻ സന്ദർശിക്കുന്നു, നമ്മെ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ ഒന്ന് സന്ദർശിച്ചാൽ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ പകരുന്ന കണ്ണുനീരിൻ്റെ നനവ് കൊണ്ട് വലിയൊരു കൊയ്ത്ത് നമ്മുടെ മുൻപിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ആമേൻ. അതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവ് നമ്മളെ ഒന്ന് സന്ദർശിക്കട്ടെ. ദൈവസന്നിധി നമ്മൾ ഒഴുകുന്ന കണ്ണുനീര്, ഹല്ലേലൂയ, വരണ്ട് കിടക്കുന്ന, നമുക്കറിയാം, ഹല്ലേലൂയ, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ കട്ടകളായിട്ട് കിടക്കുന്നതിനെ എല്ലാം നനച്ചുടച്ച്, ആമേൻ ആമേൻ, എൻ്റെ കട്ടയെല്ലാം ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുള നീ അനുഗ്രഹിക്കുന്നു എന്നാണ് 65 സംഘത്തിൽ കാണുന്നത്. ഹാർഡായിട്ട് വിണ്ടുകീറിയിരിക്കുന്നിടത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ അത് ഫലവത്തായി തീരുകയില്ല. ഹല്ലേലൂയ. അതിന് നനവ് വേണ്ട പോലെ കിട്ടിയിട്ട് അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് നിരത്തപ്പെട്ടിട്ട് മഴയാൽ അത് കുതിർത്തപ്പെട്ടിട്ട് അതിലെ മുളയെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ ഏതെങ്കിലും ആമേൻ കടുകട്ടിയായിട്ടുള്ള വിഷയം നമ്മളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ദൈവീയ സന്ദർശനത്താൽ ദൈവസന്നിധിയിൽ നമ്മൾ കണ്ണുനീരൊഴുക്കി അതിനെല്ലാം അലിയിച്ച് ആമേൻ നല്ല വിത്ത് വിതയ്ക്കുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ട കൊയ്ത്തിന് കാരണമായി തീരും. ഒരു കൊയ്ത്തിൻ്റെ പിന്നെ വളരെ അനുഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവീയ സൗഖ്യം, ദൈവീയ വിടുതല്, ദൈവത്തിൻ്റെ കരുതല്, ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, ദൈവത്തിൻ്റെ ഗൈഡൻസ്, നടത്തിപ്പ്, പീസ്, സമാധാനം, ജോയ്, സന്തോഷം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളുടെ കുടുംബം, അതിൻ്റെ അനുഗ്രഹങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീയ അനുഭവങ്ങൾ, ഹല്ലേലൂയ, ടാലൻസുകൾ, ഇതൊക്കെയും ഹല്ലേലൂയ ഹാർവസ്റ്റിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് ദൈവം നമ്മളുടെ മേൽ ചൊരിയുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, എന്തെല്ലാ വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടുന്നു, ആമേൻ, എത്ര ശക്തരായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിലും ചില സാഹചര്യങ്ങൾ വളരെ വേദനയോടെ കരയുന്ന സമയങ്ങളുണ്ടാകും. എന്നാൽ ഹല്ലേലൂയ കടുകട്ടിയായ വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നാം കണ്ണുനീരൊഴുക്കുമ്പോൾ ദൈവീയമാവുന്ന ഇടപെടൽ, ഹല്ലേലൂയ, കർത്താവ് ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മളുടെ വിഷയത്തിന്മേലൊന്ന് ഇറങ്ങി വരുമ്പോൾ, ആമേ, കർത്താവ് വിഷയത്തെ ഒന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പാട്ടുകാരൻ അങ്ങനെ പാടുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേ, നമുക്ക് കണ്ണുനീരോടെ വിതയ്ക്കാം. അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ കണ്ണുനീരോടെ വിതച്ചതിൻ്റെ ഒരു കൊയ്ത്ത്
ഈ പുതിയ വർഷത്തിൽ ഒരു കൊയ്ത്ത്, വലിയൊരു കൊയ്ത്തിനായിട്ട് നമുക്കൊരുങ്ങാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, നനച്ചുകൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു കൊയ്ത്തിന്റെ പ്രതീക്ഷയോടെ, ഹല്ലേലൂയ, കൊയ്ത്ത് കാലത്തിലെ സന്തോഷം എന്ന് പറയുന്നത് പോലെ, ഹല്ലേലൂയ, വലിയൊരു സന്തോഷത്തിന്റെ നാളുകളായി പുതിയ വർഷം കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.